പീഡനക്കേസിൽ ഒളിവിലായിരുന്ന മുൻ സർക്കാർ അഭിഭാഷകൻ PG മനു പോലീസിൽ കീഴടങ്ങിയ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. അതിൻ്റെ വിശദാംശങ്ങളുമായി ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് ചേരുന്നു. ശ്രീകാന്ത്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയൂ. ഗുഡ് മോർണിംഗ് അഗെയിൻ. നിലവിൽ ഈ പീഡന കേസുമായി ബന്ധപ്പെട്ട് ഒളിവിലായിരുന്നു അഡ്വക്കേറ്റ് PG മനു. നമുക്കറിയാം, ഹൈക്കോടതിയിലെ മുതിർന്ന സർക്കാർ അഭിഭാഷകൻ കൂടി, സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷകൻ കൂടിയായിരുന്നു അഡ്വക്കേറ്റ് PG മനു. തന്റെ മുന്നിൽ പരാതിയുമായി എത്തിയ കക്ഷിയെ പീഡിപ്പിച്ചു എന്നുള്ളതാണ് ഇയാൾക്കെതിരെ ഉയർന്ന ആരോപണം. അത് പിന്നീട് വലിയ തോതിൽ പ്രതിഷേധം കാരണമാവുകയും വിവാദമുണ്ടാവുകയും തുടർന്ന് ഇദ്ദേഹത്തെ ഈ GP സ്ഥാനത്തു നിന്നും ഗവൺമെന്റ് പ്ലീഡർ സ്ഥാനത്തു നിന്നും മാറ്റുകയും ഒക്കെ ചെയ്തിരുന്നു. പിന്നീട് അദ്ദേഹം ഒളിവിൽ പോയി. നിലവിലിപ്പോൾ അദ്ദേഹം കീഴടങ്ങിയിരിക്കുന്നു. പുത്തൻകുരിശ് ഡിവൈഎസ്പിക്ക് മുൻപാകെ 8 മണിയോടുകൂടിയാണ് അഡ്വക്കേറ്റ് PG മനു കീഴടങ്ങിയത്. 1 മണിക്കൂറിനകം PG മനുവുമായി ബന്ധപ്പെട്ട ഈ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി കോടതിയിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ ഇയാൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു മുൻകൂർ ജാമ്യത്തിന്. പക്ഷേ ഹൈക്കോടതി ആ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയായിരുന്നു. പിന്നീട് സുപ്രീം കോടതിയിലും ഇയാൾ പോയി. ഇതിനിടെ ഇയാൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസും പുറപ്പെടുവിച്ചിരുന്നു പോലീസ്. സുപ്രീം കോടതി കൂടി ഇയാളുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയും അടിയന്തരമായി കീഴടങ്ങണം എന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് PG മനു ഇപ്പോൾ കീഴടങ്ങിയത്. കോടതിയിൽ ഹാജരാക്കും, തുടർ നടപടികൾ സ്വീകരിക്കും. എന്തായാലും PG മനുവിന്റെ ഒളിവ് ജീവിതം അവസാനിച്ചിരിക്കുന്നു. ഓക്കെ, താങ്ക് യു.